ക്രൈം തടയുന്നതിന് പകരം പോലീസ് തന്നെ കുറ്റവാളികളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 60,000-ഓളം പോലീസുകാരുള്ള ഒരു സേനയാണ് നമ്മുടെ പോലീസിൻ്റെത്. ഈ പോലീസിന്റെ സേന 564-ഓളം പോലീസ് സ്റ്റേഷനുകളുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ച കണക്കുകളിൽ പറയുന്നു 962-ഓളം ക്രിമിനലുകൾ ഈ പോലീസ് സ്റ്റേഷനുകളിലുണ്ട് എന്നാണ്. 24-ഓളം IPS ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളാണെന്നാണ് ഗവൺമെന്റ് തന്നെ പറയുന്നത്. ആ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടിൽ കുറയാത്ത ക്രിമിനലുകൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ഈ ക്രിമിനലുകൾ എല്ലാ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ക്രിമിനലുകളുണ്ട്. പക്ഷേ ഈ പോലീസിനെ എന്റെ പിന്നിൽ നിൽക്കുന്ന പോലീസുകാരെ മുഴുവൻ അധിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 60,000-ഓളം പോലീസുകാർ നിരന്തരമായി പണിയെടുക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഉത്തമമായ ഞങ്ങളെ നികുതി പണവും കൊണ്ട് ശമ്പളം തിന്ന് ജീവിച്ചിട്ട് ഞങ്ങളിലൊരുവനെ തൊട്ടെങ്കിൽ തിരിച്ചടിക്കും തെമ്മാടികളെ, പോലീസ് എന്നൊരു തെമ്മാടികളെ. പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം. സുജിത്ത് എന്നൊരു പാവം പയ്യനെ പിണറായിയുടെ എച്ചില് നക്കി പോലീസ് എന്നൊരു തെമ്മാടികൾ ക്രൂരമായി മർദ്ദിച്ച് മർദ്ദനത്തിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയല്ലേ, സുരേഷ് ഗോപിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പോലീസുകാരൻ, അജിത് കുമാർ എന്ന പോലീസുകാരൻ കടന്നു വരികയാണ്, പൂരം കലക്കുകയാണ്. ഇവിടെ RSSുമായി സന്ധി സംഭാഷണത്തിൽ പിണറായി വിജയന് വേണ്ടി സന്ധി സംഭാഷണം സംസാരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. എന്തിന് നമ്മൾ ഏറെ പറയുന്നു, ഈ CPMന്റെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കുന്നതിന് മണൽ കടത്തുവാൻ വേണ്ടി, അതിനുള്ള ഉപകരണങ്ങൾ നടത്തുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. സാധാരണക്കാരന് ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലാൻ സാധിക്കില്ല. ഒരു പോലീസ്